ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോൺ വെജ് രുചിയിലുള്ളൊരു വെള്ളക്കടലക്കറി റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളക്കടല ഒരു നൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കോട്ടൺ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കിഴി കെട്ടിയെടുക്കാം. ഇനി ഈ കിഴി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുക്കർ അടിച്ച് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു 7 വിസിൽ വന്നോട്ടെ. 7 വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. എന്നിട്ട് ഈ കിഴി എടുത്ത് മാറ്റാം. കടല കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അരപ്പ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 ഏലയ്ക്ക, 4 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, പിന്നെ കുറച്ച് കറിവേപ്പിലയും 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇപ്പോഴത്തെ തേങ്ങയുടെ ചൂടൊക്കെ നന്നായി പോയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 വറ്റൽമുളക് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ചന മസാല ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. അരപ്പൊക്കെ നന്നായി ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോഴത്തെ കറി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടല വേവിച്ചെടുത്തിട്ടുള്ള ചായപ്പൊടി വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടെടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം നന്നായി തിളച്ചതിന് ശേഷം വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെള്ളക്കടലക്കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.